ഹലോ ഗായ്സ്, ഒരു മിനിറ്റ്. ഐ ആം കൺഫ്യൂസ്ഡ്. ഈ ലൈറ്റ് ഓക്കെ ആണോ അതോ ഞാൻ ഈ സംഭവം ഇടണോ? ഇത് അധികം ചാർജ് ഇല്ല, ചിലപ്പോൾ ഇത് പോവായിരിക്കും. ഇത് ഇങ്ങനെ വെക്കണോ? കുറച്ചും കൂടെ ഭംഗിയുണ്ട്. ഉണ്ട് കാണാം. അതോ ഈ ലൈറ്റ് വേണോ? ഈ ലൈറ്റ് വേണോ? ഇത് മതി, ഇത് നാച്ചുറൽ. കുറച്ചും കൂടെ അർത്ഥമില്ല. ഹലോ ഗായ്സ്, ഞാൻ കുറച്ച് ഞാൻ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കുളിച്ചു. കയ്യടികൾ. സംഭവം എന്ന് വെച്ചാൽ പനിയായിരുന്നു. പനിയല്ല, എൻ്റെ സൈനസ് മാറി ഗായ്സ്. താങ്ക് യു ഫോർ പ്രേയിങ്. നിങ്ങളുടെ പ്രാർത്ഥന കാരണം നമ്മുടെ സൈനസ് മാറി. ഞാൻ എന്തിങ്ങനെ സംസാരിക്കുന്നത്? എനിവേ, സൈനസ് മാറിയിട്ട് ചെറുതായിട്ട് മഴ നനഞ്ഞപ്പോഴൊക്കെ തൊണ്ടവേന തുടങ്ങി. ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ടായി. ഇപ്പം രണ്ടും കുഴപ്പമില്ല. പക്ഷേ ഈ തലേന്ന് ഈ പനിയാണ് നീരിറങ്ങൂല്ലോ, അപ്പോൾ അത് കാരണം നീര് ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങി ഇങ്ങോട്ടായി. ഇവിടെ നിന്ന് ഇങ്ങോട്ടായി. ഇങ്ങനത്തെ ബാക്ക് ഇറങ്ങി കാല് വരെ പോവായിരിക്കും. എനിക്കറിയത്തില്ല എന്താ സംഭവം എന്ന്. പക്ഷേ ഞാൻ മരുന്നെടുത്ത് മടുത്തു. നമുക്ക് മരുന്ന് വേണ്ട. പിന്നെ ഭാഗ്യത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യല്ലായിരുന്നു. ഭാഗ്യത്തിനല്ല, ഞാൻ തന്നെ ചെറുതായിട്ട് വരുത്തി വെച്ചതാണ്. ഭയങ്കര മഴ എന്ന് വെച്ചപ്പോൾ സമയം എത്രയാണ്? വൈകുന്നേരം 5:30 എന്തോ ആയി. ഭയങ്കര മഴ എന്ന് വെച്ചാൽ 1:30 മഴ. ഭയങ്കര കാറ്റും മഴയും. വെളിച്ചം ഇല്ല, ഫുൾ ഇരുട്ട എല്ലാം. ഞാൻ കാണിച്ചു തരാം പ്രിയൻ. ഇപ്പം ഞാൻ സെറ്റിൽ ആയതേ ഉള്ളൂ. 1 സെക്കൻഡ് കാണിച്ചു തരാം. ബാൽക്കണിയിലെ വ്യൂ കണ്ടോ? ഫുൾ മഴ, ലൈക്ക് കാറ്റ്, ഭയങ്കര മഴയാ. മിക്കവാറും ആ തെങ്ങൊക്കെ ഒടിഞ്ഞ് വീടുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ ഈ ഡോറ് മാക്സിമം, എൻ്റെ ബാൽക്കണി ഡോറ്, അപ്പോൾ ഞാൻ ഇത് അടച്ചിടാൻ നോക്കും മാക്സിമം. കാരണം വെള്ളം ഫുൾ അകത്തേക്ക് കയറും. ഞാനാണെങ്കിൽ ഈ മഴ പെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചി എനിക്കിവിടെ ഡോർ മാറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് ലൈക്ക് പൊടി തട്ടിയിട്ട് വെളിയിലിട്ടു, ആ ചൂട് കാരണം ഇതാകാൻ വേണ്ടി. അത് നമ്മൾ രണ്ടുപേരും മറന്നുപോയി. ആ മഴയത്ത് ഇപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുക. മഴ നിന്നാലേ തുടങ്ങുള്ളൂ. അതപ്പോൾ അവിടെ ഉണ്ട്. എനിവേ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം താഴേക്ക് വരും. അപ്പോൾ ഇത് ഇങ്ങനെ അടച്ചിടും, തുറന്നിടാറില്ല. പിന്നെ ഇത് വിൻഡോ ആണ്. അപ്പോൾ ഈ വിൻഡോ തുറക്കണമെങ്കിൽ ഇനി അടുത്ത പണിയാണ്. അവിടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ തുറക്കാറില്ല. പക്ഷെ എയർ സർക്കുലേഷൻ വേണം. അത് എനിവേ, ഞാൻ ഇതെന്താ സംസാരിക്കുന്നത് തന്നെ കുറച്ച് നീക്കിക്കാം. അമ്മേ, അതെ, യെസ്, എവറിഥിങ് എല്ലാം പോകൂ. എനിവേ, let's come back to the point. What's in my bag? What's in my bag? So ഞാൻ ഒരു കാര്യം പറയാം. ഇത് എൻ്റെ ട്രാവൽ ബാഗാണ്. ഇത്രയും വലുത് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യാറില്ല. ഇത്രയും വലുത് ഞാൻ കൊണ്ട് നടക്കാറില്ല. എൻ്റെ ട്രാവൽ ബാഗാണ്. ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ. പക്ഷേ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇപ്പം അങ്ങനെ വരാറില്ല. നാഷണൽ ട്രിപ്പ് തന്നെ വല്ലപ്പോഴാണ്. മുംബൈ കേരള മുംബൈ. ഇതല്ലാതെ പ്രത്യേകിച്ച് ഇതില്ല. അത് കുറേ സാധനം ഫിറ്റ് ചെയ്യാം, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം. അതല്ലാതെ എനിക്ക് 2-3 വേറെ ബാഗ് ഉണ്ട്, ചെറുത് ഹാൻഡ് ബാഗ്സ്, ഷോൾഡർ ബാഗ്സ്. പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ വാട്ട് ഡു ഐ മോസ്റ്റ്ലി ടേക്ക്, അതാണ് ഞാൻ ഇത് കാണിക്കാമെന്ന് വെച്ചാൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഇസ് കോച്ച് ബാഗ്. എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക്. പാവം അമ്മച്ചി ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിച്ചു തന്നെയാണ്. കാശില്ലാഞ്ഞിട്ടും അമ്മച്ചി വാങ്ങിച്ചു തന്നു. ഞാൻ പണ്ട് ബ്ലോഗ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പേഴ്സണലൈസ് ചെയ്യാം. ജാൻ, ഇത് തലതിരിഞ്ഞാണോ കാണുന്നത് നിങ്ങൾക്ക്? എനിക്കറിയത്തില്ല. പക്ഷേ ഇത് JAAN, ജാൻ. പിന്നെ ഡ്രാഗൻ്റെ ഒരു സ്റ്റാമ്പും ഉണ്ട്, കണ്ടോ? ഇവിടെ ക്യാമറ, ഡ്രാഗൻ്റെ സ്റ്റാമ്പ്. കാരണം എൻ്റെ കയ്യിൽ ഡ്രാഗൺ ടാറ്റു. പിന്നെ ഇത് നമുക്കിങ്ങനെ തൂക്കിയിടാനുള്ള സംഭവമാണ്. ഇതിൻ്റെ പേര് ബ്രൂക്ലിൻ കോച്ച് ബാഗ് എന്നാണ്. യു ക്യാൻ സീ ദാറ്റ്. ഇതൊരു ഹോവോ ബാഗാണ്. ഭയങ്കര അടിപൊളിയാണ്. കണ്ണ് വെക്കരുത്. എല്ലാത്തിനും ഞാൻ പിടിച്ചിട്ട് ഞാൻ ഈ അക്കൗണ്ട് ഇല്ലാതാക്കില്ല, ബിക്കോസ് എനിക്ക് കാശ് വേണം. ബട്ട് ഇത് എൻ്റെ കാത്തുകുട്ടിയുടെ ഞാൻ 1 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് ഇറ്റലി പോകുന്നതിന് മുമ്പ് ഞാൻ മേടിച്ചതാണ്. അമ്മേ, ഇത് തിരിച്ചു അപ്പുറത്ത് 2 സൈഡ് പിന്നിയൊക്കെ കെട്ടി അടിപൊളി. പിന്നെ എനിക്ക് ലെഗോനോട് അങ്ങനെ താല്പര്യമില്ല. ലെഗോ പക്ഷേ എനിക്ക് ലോക്കിയുടെ ലെഗോ കണ്ടപ്പോൾ, ഞാൻ മാർവലിൻ്റെ അത്യാവശ്യം കുറച്ച് ഫാനാണേ. അപ്പോൾ ഈ ലെഗോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എടുക്കാൻ തോന്നി. അങ്ങനെ ഞാനിത് ഇറ്റലിയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഈ സാധനം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ കറക്റ്റാണ്
ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളല്ലാതെ തെറ്റിദ്ധരിക്കരുത്. ഇതിങ്ങനെ തുറക്കും. ഒരു ആഷ്ട്രേ ആണ്. ആഷ്ട്രേ അങ്ങനെ വലിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഡു യു വോണ്ട് ലൈക്ക് അയ്യോ പോയി ഒരു മിനിറ്റ് ഒറ്റപ്പ് കാണിച്ചുതരാം. ആഷ്ട്രേ ഇതിനായിരുന്നു, പക്ഷേ എനിക്ക് അത്ര ധൈര്യമൊന്നും ഇല്ലായിരുന്നു. എനിവേ നമുക്കിതിൻ്റെ അകത്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. സ്പേഷ്യസ് ബാഗ് ആസ് യു ക്യാൻ സീ, ഭയങ്കര സ്പേഷ്യസ് ആണിത്. കുറേ ഉണ്ടല്ലോ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, എൻ്റെ ഫോൺ അതാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ്, എനിക്കൊരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു, അത് ചീത്തയായിപ്പോയി. റെസ്റ്റ് ഇൻ പീസ്. കിട്ടുന്ന സംഭവമായിരുന്നു ആപ്പിളിൻ്റെ, പക്ഷെ അത് ബാറ്ററി ചെയ്യുന്ന സീനായി. നിങ്ങളെന്നെ കണ്ണു വെച്ചതായിരിക്കും. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ. ഇത് ഞാൻ എവിടുന്നോ പണ്ട് കിടന്നു കിട്ടിയ സാധനം ഞാൻ എടുത്തു ഫോർ മോർ ഷീക്ക് ലുക്ക്. പക്ഷേ സത്യാവസ്ഥ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വേറെ വാങ്ങിക്കാൻ ശേഷിയില്ല. പിന്നെ ഇത് ഇറ്റ് സാറ്റിസ്ഫൈസ് എൻ്റെ മ്യൂസിക്, സോ ഇറ്റ്സ് ഫൈൻ. എനിക്കൊരു ഹെഡ്ഫോൺസ് വേണമെന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഫൈൻ. ദിസ് ഇസ് മൈ ഇയർഫോൺസ്. എൻ്റെ ചാർജർ ഓഫ് കോഴ്സ്. ഇത് രണ്ടും ഇല്ലാതെ എനിക്ക് പറ്റില്ല ഗൈസ്. ഇത് ആക്ച്വലി ആർക്കും പറ്റില്ല. നമ്മൾ ഫൺ പാർട്ടിലേക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ. ആൻഡ് എൻ്റെ സൺഗ്ലാസ്. ആക്ച്വലി കുറച്ച് സൺഗ്ലാസ് ഉണ്ട്, ബട്ട് ദിസ് ഈസ് ദ ബ്രാൻഡഡ് വൺ. കാണിക്കുമ്പോൾ ബ്രാൻഡഡൊക്കെ കാണിക്കണ്ടേ. ഇത് പ്ലീസ് കണ്ണ് വെക്കരുത്. ഞാൻ കാല് പിടിക്കാം. നിങ്ങൾ കണ്ണ് വെച്ചാൽ ഥൂ പ്ലീസ്. ഐ ആം റിക്വസ്റ്റിംഗ്. ഇത് എൻ്റെ അമ്മ പാവൻ ലോണിന് മേടിച്ചു തന്നെയാണ്. നിങ്ങൾ വിചാരം എൻ്റെ അമ്മയ്ക്ക് നല്ല കാശുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ കംഫർട്ടബിളായിട്ട് റിച്ചാണ്. പക്ഷെ അമ്മയ്ക്കുണ്ടൊരു 10-25 ലോൺ, ഞാൻ ഉൾപ്പെടെ. എനിവേ ദിസ് ഗ്ലാസ്സസ്. വേറെ ലോക്കൽ ഗ്ലാസ്സസ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. ലോക്കൽ ഗ്ലാസ്സിൽ എല്ലാം കണക്ക് തന്നെ. ഇത് വലിയ സ്റ്റൈലിന് മേടിച്ചതാണ്. ഇത് നമ്പർ 5. എനിക്കറിയത്തില്ല എന്നാണ്. കഫ് സീൽസ്. സോ ഞാനിതെന്നെ കൊണ്ടു നടക്കുന്നത് വെച്ചാൽ ഞാൻ പെട്ടെന്ന് അപ്പുറത്ത് പെട്ടെന്ന് എനിക്ക് പനി വരുന്ന ഒരു ആളാണ്. കേൾക്കാവോ? ഹലോ. ഇപ്പോൾ പെട്ടെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് പനി വന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ തൊണ്ടയാണ് ആദ്യം എനിക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഖിച്ച് വരാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് യൂഷ്വലി ഞാൻ 2 കട്ട് ചെയ്ത് വയ്ക്കും. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ എവിടെ ഇറങ്ങണില്ല. ഈ മഴ ആണെങ്കിൽ കുറേ നാളായി എവിടെ ഇറങ്ങിയിട്ട്. സോ ഇത് വ്ളോഗിന് വേണ്ടിയാണ് ഞാൻ എടുത്തത്. വ്ളോഗിന് വേണ്ടിയല്ല കേട്ടോ, ഞാൻ യൂഷ്വലി ഇതൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. അടുത്തത് ഹെയർ ക്ലിപ്പും ഇത് രണ്ടും ഇല്ലാതെ എനിക്ക് പറ്റില്ല ഗൈസ്. ഓക്കെ. വിക്സ്. ആക്ച്വലി ഞാൻ പറഞ്ഞു ഇതിപ്പോൾ പോവുമെന്ന്, അവരടിച്ചു പോയി. ഓടേ. എനിവേ അയ്യോ ചരിഞ്ഞിരിക്കുന്നല്ലോ. ഇത്ര മതി. ആക്ച്വലി ഇപ്പം ഞാൻ പനിയിൽ ഇപ്പം തീരാറായി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രാർത്ഥന കാരണം, പിന്നെ ആൻറ്റിബയോട്ടിക് ഇല്ല, മരുന്നും കാരണം ഞാനിത് വലിക്കെടുക്കുമായിരുന്നു. അപ്പം ഞാനിത് സേഫ്റ്റിക്ക് കൈ വയ്ക്കും. ഐ എം നോട്ട് അഡിക്റ്റഡ്. നിങ്ങൾ വിചാരിക്കും കുറച്ച് ഇത് അഡിക്റ്റഡാണ്. ഞാൻ അഡിക്റ്റഡ് അല്ല. എനിക്ക് ഇതൊന്നുമില്ല. എനിക്ക് സൈനസ് കാരണം മൂക്ക് ചെറുതായിട്ട് അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ 2 വലി വലിക്കുമ്പോൾ തീരും. ഇതിൻ്റെ 2 വലി. ആൻഡ് ദെൻ പാഡ്സ്. ഞാനിത് കൊണ്ടു നടക്കും. ഞാൻ പീരിയഡ്സ് അല്ലെങ്കിലും ഞാനിത് കൊണ്ടു നടക്കും. കാരണം ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടാവും. ആരെങ്കിലും വിമൻ അത്യാവശ്യം ഉള്ളപ്പോൾ യു നെവർ നോ വെൻ സംതിങ്സ് ഗോണ ഹാപ്പൻ. മിനി പാഡും ഉണ്ട്, ബിഗ് പാഡും ഉണ്ട്. സോ ദേ ക്യാൻ യൂസ് ദാറ്റ് എനി ടൈം. ദിസ് ഇസ് കോൾഡ് ബീയിങ്. നെക്സ്റ്റ് ഇയർബഡ്സ്. ഞാനത് ആക്ച്വലി മെയിൻലി മേക്കപ്പിനാണ് കൊണ്ട് നടക്കുന്നത്. കാരണം എൻ്റെ മേക്കപ്പ് ഇത്ര ഫ്ലോലെസ് എങ്ങനെയാണെന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇയർബഡ്സ് ആർ വൺ ഓഫ് ദ റീസൺസ് വൈ ഇറ്റ്സ് ഫ്ലോലെസ്. ഈ ക്രീസസിലൊക്കെ ഞാൻ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ടായിരിക്കും ഞാനിത്
എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. അത് ഞാൻ അടുത്തൊരു പോയോ ഹലോ അയ്യോ എനിവേ ഞാനത് യൂസ് ചെയ്യുന്നില്ല, തഴപ്പ്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്കല്ല, ഇത് ചെവിയിലിടാൻ പാടില്ല, പക്ഷേ ഞാൻ റെയർലി ചെവിയിലിടും. കാരണം ഈയിടെയായിട്ട് ഇത് മാത്രമേ എനിക്ക് ഇത്തിരി ആശ്വാസം തരുന്നുള്ളൂ. ചെവിയിടുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ, അത് ഇത് മാത്രമേ ഇപ്പോൾ തരാറുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യൻ ജംസ് മുട്ടായാണ് ഈ ഡോളോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഡോളോ അങ്ങനെ എടുക്കാറില്ല. ഞാൻ ഈ മരുന്ന് കാണിക്കുമ്പോൾ നിങ്ങളുടെ വിചാരം ഞാൻ അഡിക്റ്റഡോ, ഞാൻ എടുത്തുകൊണ്ടിരിക്കും, അങ്ങനെ ഒന്നുമല്ല. ബട്ട് ഐ ട്രാവൽ വിത്ത് ദിസ്. എങ്ങാനും ബോഡി പെയിൻ ഞാൻ പറഞ്ഞത് എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞത് ഈ പനികൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനിത് കൊണ്ടു നടക്കും. പുതിയതുണ്ട്, ഇതിപ്പോൾ ഞാൻ ഡെയിലി കഴിച്ചല്ല. പനി വരുമ്പോൾ, അല്ലെങ്കിൽ പനിയല്ല, ബോഡി പെയിൻ ഉള്ളപ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ചിലപ്പോൾ ബോഡി പെയിൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ. സോ ഐ ജസ്റ്റ് ഹാവ് വൺ ആൻഡ് ദെൻ ഐ വിത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. ഇത് ആക്ച്വലി എടുക്കാൻ പാടില്ല വിത്തൗട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. എല്ലാവരും പനി വരുമ്പോൾ, തൊണ്ടവേദന വരുമ്പോൾ, എന്തെങ്കിലും വരുമ്പോൾ ഡോളോ അങ്ങ് എടുത്ത് കഴിക്കും. അത് മുട്ടായി അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തിങ്ങനെ ഇത് ഞാൻ അതും പറഞ്ഞ ജെംസ് മുട്ടായി ഫെയർ ഇഫ് ഐ ടേക്ക് ദിസ് എൻ്റെ ബോഡി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുക്കാറുള്ളൂ. ആരും അനാവശ്യമായി അയ്യോ പനി ചിലപ്പോൾ വരികയായിരിക്കും അല്ലേ എന്നിട്ട് പറഞ്ഞ് ഇത് കഴിക്കും. നോ, ദാറ്റ് ഈസ് നോട്ട് ഹൗ ഇറ്റ് ഈസ്. യുവർ ബോഡി, ലിസൺ ടു യുവർ ബോഡി, നിങ്ങളുടെ ബോഡി കേൾക്കുക. പക്ഷേ എനിവേ ഐ ക്യാരി ദിസ് വിത്ത് മീ. നെക്സ്റ്റ് ഐ ഡ്രോപ്സ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവരിൽ എന്താണ് കണ്ടത് എന്നെനിക്ക് അറിയത്തില്ല, അപ്പം ഞാൻ കണ്ണിലിടും ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി. ഞാനിത് തന്നെയാണ് അവരെ തമാശയാണ്. ഞാൻ ഇത് സംഭവിച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ചിലപ്പോൾ ഡസ്റ്റ് അലർജി വന്നിട്ട് കണ്ണ് ചൊറിയും, അല്ലെങ്കിൽ ഈ കുറേ കമ്പ്യൂട്ടറിൽ എഡിറ്റിംഗ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഒരു റിഫ്രഷ്മെൻറ്റിനായി ക്ലിയർ ഐ ഡ്രോപ്സ് ഇടും. നല്ലതാണ്. സോ ഐ ജസ്റ്റ് ട്രാവൽ വിത്ത് ദിസ്. എസ്പെഷ്യലി അലർജി വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാറില്ല, ബട്ട് ഇറ്റ്സ് ഗിവ്സ് എ സൂതിങ് എഫക്റ്റ്. ദിസ് ഇസ് ഐഒമെറ്റ്സെറ്റ് എസ് നേസൽ ഡ്രോപ്സ്. ഒറ്റവിനേക്കാളിലും ഇത് അത്ര പവർഫുൾ അല്ല, ബട്ട് ഇത് അലർജിക്കൽ എന്താ പറയുക, മൂക്കിൽ അടപ്പ് വരുമ്പോൾ ഞാനിത് ട്രാവൽ ചെയ്യും. ഒറ്റവിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് തരും, ബട്ട് ലോങ് ടേമിന് അത് കുറച്ച് നല്ലതല്ല. സോ ദിസ് വൺ ഡോക്ടർ പ്രിസ്ക്രൈബ് മീ. ഇത് അത്ര പെട്ടെന്ന് വർക്കാവില്ല, ബട്ട് ഇറ്റ്സ് അത്ര സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാതെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സിൻചാൻ, ഐ ക്യാരി ദിസ് സിൻചാൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ഫേവറേറ്റ് രണ്ടും എന്താണെന്ന്. സോ സിൻചാൻ ഐ ട്രാവൽ ദിസ്. മിനിസോന്ന് വാങ്ങിച്ചതാണ്, ഒന്നും എഴുതിയിട്ടില്ല, വലിയ എസ്തറ്റിക്കിന് വാങ്ങിച്ചതാണ്. എഴുതണം അല്ലേ, എഴുതാം, നമുക്ക് ഇപ്പം തന്നെ എഴുതാം. പേനയുണ്ട്. പക്ഷേ ട്രാവൽ വിത്ത് മൈ പെൻ ഓൾസോ. ഞാനത് പുറത്തേക്ക് ഇട്ടതായിരുന്നു. ഞാൻ ഒരു പെൻ ട്രാവൽ ചെയ്യും. എങ്ങനെ ഉപ്പൊക്കെ ഇടണമെങ്കിൽ ഓട്ടോഗ്രാഫ്. ആരും ഇതൊരു ഓട്ടോഗ്രാഫോ ചോദിച്ചു വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ എങ്ങാനും ഡോക്യുമെൻറ്റ് സൈനോ എന്തെങ്കിലും എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സൈൻ ചെയ്യണമെങ്കിൽ ലൈക്ക് യു നെവർ നോ, ഫ്യൂച്ചറിൽ ഐ ഹാവ് ടു കീപ്പ്. ഇത്ര ഫേമസ് ആയിക്കൊണ്ടിരിക്കുക, പോകുമ്പോൾ ചേച്ചി എന്നാണ് അഹങ്കാരം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ പേരെഴുതാം, ദയാ സുജിത്ത്. എൻ്റെ സിഗ്നേച്ചറും കൂടെ ഇട്ടാണ് വെച്ചാൽ. എൻ്റെ സിഗ്നേച്ചർ ആക്ച്വലി രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പെയിൻറ്റിങ് സിഗ്നേച്ചറുണ്ട്, അല്ലാതെ സിഗ്നേച്ചറുണ്ട്. ഞാൻ പ്രൊഫഷണൽ സിഗ്നേച്ചർ ഇടാം. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കോപ്പടിക്കരുത്. ഇനി ദിസ് ഇസ് മൈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് വൈറ്റമിൻ ഡി. ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കും. എൻ്റെ വൈറ്റമിൻ ഡി 3 ഡെഫിഷ്യൻസി ഉണ്ട്. കഷണ്ടി ലൈക്ക് മൈ ഡാഡി ജി. അപ്പോൾ ഞാൻ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുക്കും. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആണ്, ഓഫ് കോഴ്സ്. എല്ലാം ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലാണ് കേട്ടോ. എനിക്കല്ലാതെ പ്രാന്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അടുത്തതായി ടിസ്സും എങ്ങാനും എന്തെങ്കിലുമൊക്കെ ആവശ്യമാണ് ടിഷ്യൂ എടുക്കണം. ടിഷ്യൂ ഓഫ് കോഴ്സ്, ദിസ് ഇസ് ബേസിക് തിങ്സ്. ലൂഫ. എനിവേ എൻ്റെ വാലറ്റ്
ദിസ് വാസ് ഗിഫ്റ്റഡ് ബൈ പ്രിയ, മൈ ഫ്രണ്ട്. ഇങ്ങനെ വാളറ്റ് ഉണ്ട്, കാർഡുണ്ട്, ആധാർ കാർഡ്, ക്യാഷ് എല്ലാം ഉണ്ട്. കാണിക്കില്ല ക്യാഷ് എത്ര ഉണ്ടെന്ന്. പിന്നെ എനിക്കൊരു ഇതുണ്ട്. ദിസ് ഫോട്ടോ വാസ് ടേക്കൺ എൻ്റെ ബേബി ഗേൾ, വൺ ഓഫ് മൈ ബേബി ഗേൾ കൃഷ്ണേന്ദു, സോറി മൃഗ്നായനി, അവളുടെ ഒഫീഷ്യൽ പേര് ഞാൻ എടുത്ത് അവൾ എന്നെ വഴക്കുറയും. എൻ്റെ ഫോട്ടോഗ്രാഫർ സ്ലാഷ് മൈ ഫ്രണ്ട് സ്ലാഷ് മൈ സിസ്റ്റർ. എനിവേ, ഫിറ്റ് ക്രീം നൈക്ക. ലിസൺ, നിങ്ങൾ സ്കിൻ കെയർ നിങ്ങൾ കുറച്ച് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ എനിക്കറിയത്തില്ല നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഹൗ ഇസ് ഇറ്റ് ഈവൻ പോസിബിൾ മാൻ. ദിസ് നൈക്ക ഫുഡ് ക്രീം കാല് ഭയങ്കര ഡ്രൈ ആവും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇഫ് ഐ എം വെയറിങ് സ്ലിപ്പേഴ്സ്, ഓക്കെ, ഇഫ് ഐ എം ട്രാവലിങ് ആ എ സിയിൽ കാല് വെളുത്തിരിക്കും ഡ്രൈ ആയിട്ട്. അത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. സം പീപ്പിൾ ഡോണ്ട് കെയർ അബൌട്ട്, ഓക്കെ ഇറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് വേറെ ജീവിതത്തിൽ ചിന്തകൾ വേറെ ആയിരിക്കും. ബട്ട് ലിസൺ, I'm a content creator. I would love to be an actress one day. I will be an actress one day. I model sometimes from here and there. I have to take care of my body. അപ്പോൾ ഞാൻ കൈ കൊണ്ട് നടക്കും. It's foot cream ആണ്, but I use it in my hands as well because it's കുറച്ച് thick cream ആണ്. Please carry something like this. കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി. ഞാൻ 3-4 ഞാൻ ഇതുപോലെ പല ഫ്ലേവേഴ്സ്, ഇത് സാധാ കോഫിയാണ്, പക്ഷെ ഞാൻ പല ഫ്ലേവറിലൊക്കെ ഞാൻ വാങ്ങിച്ചിടും. കാരണം സംബന്ധിച്ചും ചൂടുവെള്ളം ചോദിച്ച് ഞാൻ ഇതിലങ്ങ് കലക്കി കുടിക്കും. ബിക്കോസ് എയർപോർട്ടിലൊക്കെ ഭയങ്കര കാശാണ്. ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കും, പക്ഷെ എനിക്ക് ഇഫ് ഐ വോണ്ട് ടു സ്റ്റേ അലൈവ്, എനിക്കൊരു കാപ്പി എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി, ഇങ്ങനെ ചൂടുവെള്ളം ചോദിച്ചിട്ട് ഞാൻ ഇതങ്ങ് കലക്കി കുടിക്കും. ഐ എം നോട്ട് വേസ്റ്റിംഗ് 400 രൂപ ഫോർ ജസ്റ്റ് ടു യുനോ. അപ്പം ഞാൻ ഇതങ്ങ് എടുത്ത് കുടിക്കും. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിനും എനിക്കും വേണ്ടി 400 രൂപ ചിലവാക്കി ഇത്രയുള്ള കാപ്പി ഞാൻ കുടിക്കാറുണ്ട്. ഉള്ള സത്യം അങ്ങ് പറയാലോ, ഞാൻ പറയും, സത്യം മാത്രമേ ഞാനവിടെ വെളിപ്പെടുത്താറുള്ളൂ. അടുത്തതായി ലിപ് ബാം. ലിപ് ബാം ഇല്ലെങ്കിൽ ഇത്ര നേരം എൻ്റെ ലിപ്സ് ഡ്രൈ ആയിരുന്നു, തീർന്നില്ല. അപ്പോൾ അതൊരു ഗ്ലോ കിട്ടിയില്ലേ. ലിപ് ബാം ഇല്ലാതെ ഞാൻ ആക്ച്വലി വെളിയിൽ എവിടെ ഇറങ്ങത്തില്ല. ഇപ്പം ഞാൻ ബാഗ് എടുത്തില്ലെങ്കിലും എൻ്റെ ലിപ് ബാമും ഈ സാധനവും, വാളറ്റും കാണത്തില്ല, ഈ 2 സാധനം എന്തായാലും കയ്യിലുണ്ടാവും. ഓക്കെ, അടുത്തതായി ക്യാമറ. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ ഞാൻ പറയാം. എൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം വാങ്ങിച്ചു വെച്ചു. അപ്പം ഞാനൊന്ന് കുഞ്ഞായിരുന്നു. അപ്പം എനിക്കിതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് ക്യാമറ, ഐ ഡോണ്ട് നോ വാട്ട് ദിസ് വാസ് ഫോർ, ഐ ഡോണ്ട് നോ. ഓക്കെ, ഒരു 2 വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇറ്റ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ക്യാമറ ആൾക്കാർ യൂസ് ചെയ്ത് പിക്ചർ എടുക്കുന്നതൊക്കെ കാണിക്കും, ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറയുമ്പോൾ വേണം. അപ്പോൾ അതിനൊക്കെ ഭയങ്കര 30,000-40,000 ഒക്കെ വിലയായിരുന്നു. സോ എനിക്ക് ആവശ്യമില്ല, നിർബന്ധമില്ല. സോ ഞാനത് അമ്മയടുത്ത് ചോദിച്ചില്ല, അച്ഛനോടും ചോദിച്ചില്ല. ഇറ്റ്സ് ഫൈൻ, ഞാൻ തന്നെ സേവ് ചെയ്തിട്ട് മേടിക്കാമെന്നായിരുന്നു. ഒരു 6-7 മാസം മുമ്പ് അലമാര ക്ലീൻ ചെയ്യുമ്പോൾ ഈ സാധനം അലമാര അറ്റത്ത് ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ചാർജറും ബാറ്ററി ഏതൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി വന്നപ്പോൾ ഇറ്റ് ഈസ് വർക്കിംഗ്. ഇതിപ്പോൾ ചാർജ് ഉണ്ട്, ഔട്ട് ഓഫ് മെമ്മറി. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. നിങ്ങൾ ഞാൻ കാണിക്കാം, സോറി, ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇപ്പോഴും ഉണ്ട്, കണ്ണ് വയ്ക്കരുത്. ലെൻസിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ബട്ട് ഫ്രീ ആയിട്ട് ദൈവം തന്നെ കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സമയം എടുത്ത് നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുള്ള സംഭവം നിങ്ങൾക്ക് വേണ്ട സമയത്ത് ദൈവം കൊണ്ട് തരും. എനിക്ക് വേണ്ട സമയത്തായിരുന്നു ദൈവം എനിക്ക് കൊണ്ട് തന്നത്. സോ വെയിറ്റ് ഗൈസ്. അടുത്തത് വിക്സ്. ഇതും കൊണ്ട് കിടക്കും തലവേദന ഉള്ളപ്പോൾ, ഇവിടെ ഇച്ചിരി പ്രത്യേകിച്ചൊന്നുമില്ല. സാനിറ്റൈസർ. മക്കളെ, സാനിറ്റൈസർ ഇല്ലാതെ കളിയില്ല. കൈ കഴുകിയെങ്കിലും കുളിച്ചില്ലെങ്കിലും ഞാൻ സാനിറ്റൈസർ കയ്യിലിടും, ആ നിർബന്ധ. നമ്മുടെ ബോറോളിൻ ഞാൻ പറയണം, നിങ്ങളിത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എനിക്കറിയില്ല. എനിക്ക് പണ്ടെൻ്റെ അച്ഛമ്മയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചുണ്ടത്തിടാനും കയ്യിലിടാനും ക്രീമായിട്ടും. മുറിവുണ്ടെങ്കിൽ അത് അവിടെ ഇടും. അച്ഛമ്മ അന്ന് പരിചയപ്പെട്ട് തന്നതാണ്.
ഇതിൻ്റെ തന്നെ ഐ വിൽ ഷോ യു. ഈ സംഭവം എൻ്റെ കയ്യിലുണ്ട്. എനിക്കിങ്ങനെ മൂക്കിൽ തുമ്മി ഡ്രൈ ഒക്കെ ആകുമ്പോൾ ഞാനിത് എടുത്തിടും. മുറിവുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ. അടുത്തതായി കുറച്ച് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ്. സ്റ്റിക്കി നോട്ട്സ് എന്ന് വിചാരിക്കും, അല്ല. സംടൈംസ് ഐ ക്യാരി പേഷ്യൻസ് ആൻഡ് കൺട്രോൾ. ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ കൺട്രോളിന് വേണ്ടി ഞാനിതങ്ങ് എടുക്കും. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ഒട്ടിക്കും. പേഷ്യൻസ് ആൻഡ് കൺട്രോൾ. കാരണം ചിലവരുണ്ടാവും ഈ എയർപോർട്ടിലല്ല, പൊതുവെ റോഡിൽ, എനിക്ക് ജീവിതത്തിൽ കുറച്ച് പേഷ്യൻസും കൺട്രോളിനും വേണ്ടിയാണ് ഞാൻ ഇത് ബാഗിലിട്ടുകൊണ്ട് നടക്കും. അടുത്തതായി സെൽഫ് റെസ്പെക്റ്റ്. ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് കളഞ്ഞു പോകാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനിതങ്ങ് എടുക്കും. ഇടയ്ക്ക് കളഞ്ഞു പോകുമ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ കളഞ്ഞു പോകുമ്പോൾ ഞാൻ ബാഗിനകത്ത് നോക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ്. ചിലവർ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും, അവർ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് തിരിച്ചു അവരുടെ എക്സിൻ്റെ അടുത്ത് തിരിച്ചു പോകുകയും, ഞാൻ എക്സിനോട് അങ്ങനെ തിരിച്ചു പോകാറില്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് അങ്ങനെ പോകാറില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, മണ്ടത്തരം ചെയ്യുമ്പോൾ, ഞാൻ ഇതങ്ങ് എടുത്ത് ഇങ്ങനെ അങ്ങ് വയ്ക്കും. ഏത് അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്. ആൾക്കാർ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സീനുണ്ടാക്കി ചൊറിയാൻ വരുമ്പോൾ ഞാനിതങ്ങ് എടുത്ത് കാണിക്കും. 0 Fs 1 second. എന്താ നിങ്ങൾ ചൊറിയാണോ എന്നെ? എന്താ നിങ്ങൾക്ക് എന്നോട് വഴക്കുണ്ടാക്കണോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ എടുക്കും. ബിക്കോസ് ഐ ജെന്യുവൻലി ഗിവ് 0 Fs. കെയർ ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ കെയർ ചെയ്യും. ഇല്ലെങ്കിൽ എനിക്ക് നഹീം നോ. ചിലപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറന്നു പോകും. അപ്പം നമ്മൾ ബാഗിൽ നിന്ന് ഇതെടുക്കും. ഫ്ലൈയിങ് എഫ്സ്. 0 Fs ഇല്ലെങ്കിലും നമുക്ക് ഫ്ലൈയിങ് എഫ്സ് ഉണ്ട്. ഇത് കളഞ്ഞു പോയാൽ നമുക്കിതെടുക്കാമല്ലോ. ഇതും കളഞ്ഞു പോയാൽ ഐ ഡോണ്ട് നോ മാൻ, ഫിഗർ ഇറ്റ് ഔട്ട്. നിങ്ങൾ ഫിഗർ ചെയ്യൂ. ബട്ട് സോ ദിസ് ഇസ് ഫ്യൂ തിങ്സ് ദാറ്റ് ഐ കെയർ അബൌട്ട്. These few things that I put it in my handbag because it's very much needed nowadays. Book. I always carry a book with me when I travel, especially. ഇത് ഞാൻ റീസെൻ്റായിട്ട് മേടിച്ച. യൂഷ്വലി ഞാൻ കുറേ ബുക്കുണ്ട്. ചിലത് ഞാൻ വായിക്കാറില്ല, ചിലത് ഞാൻ ചുമ്മാ വാങ്ങിച്ച് വയ്ക്കും. ചിലപ്പോൾ എനിക്ക് പിന്നെ വായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വായിക്കത്തില്ല. ബട്ട് ട്യൂസ്ഡേയ്സ് വിത്ത് മോഡി ഈസ് സംതിങ് കുറേ നാളായിട്ട് എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മേടിക്കാമെന്ന് വെച്ച് ലാസ്റ്റ് ഞാൻ മുംബൈയിലേക്ക് ഇപ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഭാഗ്യത്തിന് 300 രൂപയുള്ളൂ ഇതിനാകെ. ചിലവർക്ക് ഭയങ്കര വായിക്കണം എന്ന് ആഗ്രഹം, ബട്ട് ലേസിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആക്ച്വലി നല്ല നല്ല ബുക്ക്സ് കുറച്ച് ചെറുത് ഉണ്ടാവും. എൻ്റെ തലയുടെ അത്രയും ഉള്ളൂ ചെറുത്. ഇത് വായിച്ച് നിങ്ങൾക്ക് ബുക്ക് തീരുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, ബുക്ക് തീർന്നു, ഐ ഫിനിഷ് ദ ബുക്ക്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ബുക്ക് വായിക്കാനായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷനാവും. അപ്പം അങ്ങനെ മടിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ പണ്ട് വലിയ ബുക്ക്സ് വാങ്ങിച്ച് അവിടെ വയ്ക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ബുക്ക്സ് വായിച്ച് വീണ്ടും ഞാൻ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കുകയാണ്. ലൈക്ക് എനിക്ക് പറ്റും, എൻ്റെ മൈൻഡിനോട് ഞാൻ പറയുകയാണ് എനിക്ക് ബുക്ക് വായിക്കാൻ പറ്റും, മടിയാവത്തില്ല അങ്ങനെ. ബിക്കോസ് എനിക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇമാജിനേഷൻ, ആ ഒരു സെൻസ് ഓഫ് ലൈക്ക് ദ ക്രിയേറ്റിവിറ്റി ദാറ്റ് വി ഹാവ് ഇൻ അവർ മൈൻഡ്, ഐ ഫീൽ ലൈക്ക് അത് ബുക്കിൽ കൂടെ വരുള്ളൂ. ഞാൻ പണ്ട് ജെറോണിമോ സ്റ്റിൽട്ടൺ, തിയ സ്റ്റിൽട്ടൺ, വിംപി കിഡ് അതൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ച് മെച്ചുവറായി, കുറച്ച് വലുതായി. അങ്ങനെ ഞാൻ ഇതുപോലത്തെ വായിക്കാൻ തുടങ്ങി. പിന്നെ യൂഷ്വലി ഞാൻ പോയംസാണ് ഞാൻ കുറച്ച് വായിക്കാറുള്ളായിരുന്നത്. ലാംഗ്ലീവിൻ്റെ കുറേ 2-3 ബുക്കുണ്ട്, അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. അല്ലാതെ എനിക്ക് പോയംസ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇതെല്ലാം ചെറിയൊരു ലിസ്റ്റ് പറയാം. എനിക്ക് ബുക്സിനോട് ഞാൻ അടുത്തൊരു വ്ളോഗ് ചെയ്യാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട്. സോ ഇത് ബേസിക്കലി ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലൊരു ഇതാണ്. ട്യൂസ്ഡേയ്സ് വിത്ത് മോഡി എന്ന് പറയുമ്പോൾ മോഡി ഐ തിങ്ക് ഇറ്റ് വാസ് ദ ടീച്ചേഴ്സ് നെയിം. ഞാൻ കുറച്ചേ വായിച്ചുള്ളൂ, കുറച്ചും കൂടെ വായിക്കാനുണ്ട്.
ബേസിക് സ്റ്റോറി ഈസ് മോരി ടീച്ചറാണ്. ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് സ്റ്റുഡൻറ്റ്, നല്ല ടീച്ചറായിരുന്നു, വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് സ്റ്റുഡൻറ്റ്. അങ്ങനെ ഒരു കോണ്ടാക്റ്റ് വയ്ക്കാമെന്ന് പറഞ്ഞു ആഫ്റ്റർ ഗ്രാജുവേഷൻ. പക്ഷേ ഇയാൾ വളർന്ന് വലുതായി വലിയ ഇതിലൊക്കെ ആയി എന്നും പറഞ്ഞ് ഇയാൾ ചീത്ത മനുഷ്യനൊന്നുമായില്ല, നല്ല മനുഷ്യനായി. എന്നിട്ട് ഇയാൾ എങ്ങനെയോ ലാസ്റ്റ് ഈ മോരി പ്രൊഫസറിനെ കൊണ്ട്, ഈ മോരി ലാസ്റ്റ് വലുതായി വയസ്സായി മരണക്കിടക്കയല്ല, ഏകദേശം അനങ്ങാനൊന്നും പറ്റാത്ത. അങ്ങനെ അവസാന നിമിഷം ഇയാൾ മിച്ച് ചെന്നിട്ട് മോരീനെ കണ്ടുപിടിച്ചിട്ട് എല്ലാ ട്യൂസ്ഡേയും മരിക്കുന്നിടം വരെ മോരിയോട് സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് ഫൈനൽ ലെസൺസ്, ജീവിതത്തിൻ്റെ ലെസൺസ്, ബുക്ക് ലെസൺസ് അല്ല, ജീവിതത്തിൻ്റെ ലെസൺസ് എല്ലാ ട്യൂസ്ഡേയ്സും മിച്ചുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ദിസ് ഈസ് ദ ബുക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ കുറേ ലൈഫ് ലെസൺസും അബൌട്ട് നോട്ട് ജസ്റ്റ് ലൈഫ് ഇൻ ജനറൽ, ലവ്, ഡെത്ത്, certain situations, അതൊക്കെ ഇതിനകത്തുണ്ട്. സോ ഐ കാൺ വെയിറ്റ് ടു ഫിനിഷ് ദിസ് ബുക്ക്. നിങ്ങളെ ബോറടിപ്പിച്ചെന്ന് എനിക്കറിയാം, പക്ഷേ കുറച്ച് ബുദ്ധി എനിക്കുണ്ട് കേട്ടോ, നിങ്ങൾ ഇത്ര കാണുന്ന പോലെയല്ല. ഐ എം ഓൾസോ കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തില്ല. സോ ഐ ലവ് an old man, a young man, and life's greatest lessons. That is the thing. So yeah, ട്യൂസ്ഡേയ്സ് മോരി ഒരു ബുക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അടുത്തത്, ഐ ഓൾവേസ് ക്യാരി എ മാസ്ക്. ദിസ് ഈസ് എ യൂസ്ഡ് മാസ്ക് ബൈ ദ വേ. അത് കളയണം. ഞാനൊരു മാസ്ക്, ആക്ച്വലി 3 മാസ്ക് ഞാൻ ക്യാരി ചെയ്യും, അങ്ങനെ പൊട്ടിപ്പോയാലെന്നൊക്കെ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് കീറും. ബിക്കോസ് ഈ കീറാത്ത മാസ്ക് ചിലപ്പോൾ റീയൂസ് ചെയ്യും. അപ്പോൾ ഞാനത് എവിടെയോ കണ്ടു. സോ ഐ നീഡ് ടു ത്രോ ദിസ് വൺ ഔട്ട്. ആൻഡ് ഹൃദയരഞ്ജിനി ലേപം സംഭവം എന്ന് വെച്ചാൽ ഇത് പെയിൻ റിലീഫാണ്. അപ്പോൾ ഈ നീരൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ കൊണ്ട് കിടക്കാം, അമ്മൂമ്മ എനിക്ക് തന്നതാണ്. ഇതല്ലാതെ എൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു സ്ഥലത്തിരിക്കണമെങ്കിൽ, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ മണം ഒട്ടും ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ് ഒരു ആയുർവേദ എണ്ണയുടെ മണം, പക്ഷേ ഇതുപോലത്തെ മിക്കവർക്കും ഇതിൻ്റെ മണം ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആരോടൊന്നും സംസാരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതങ്ങ് വാരി പൂശു. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ തന്നെ അവരങ്ങ് ടേൺ അടിച്ച് പൊയ്ക്കോളും. അപ്പോൾ ഐസൊലേറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണെങ്കിൽ ബെസ്റ്റാണിത് ട്രാവൽ ചെയ്യാനായിട്ട്. ഹാക്സ്. പിന്നെ ഒരു ചെറിയൊരു പെർഫ്യൂം. ഐ ഓൾവേസ് ട്രാവൽ. ദിസ് ഈസ് മിസ്ഡ്, ബട്ട് ഒരു ചെറിയൊരു പെർഫ്യൂം ഉണ്ട്, അത് ഇവിടെ എവിടെ ഉണ്ട്. ഐ ട്രാവൽ വിത്ത് ദിസ്. ഇതല്ലാതെ ഐ യൂസ് ഷുഗർ ഫ്രീ. കേക്കും ചോക്ലേറ്റും എല്ലാം തിന്നും, പക്ഷെ ചായയിൽ ഞാൻ ഷുഗർ ഫ്രീ ആണ് ഉപയോഗിക്കാറ്. ഡോക്ടർ എനിക്ക് ന്യൂട്രീഷനിസ്റ്റ് അപ്രൂവ്ഡ് ആണിത്. എൻ്റെ അമ്മ ഇത് ഉപയോഗിക്കുന്നത്. ചായയിൽ ഷുഗർ, കാപ്പിയിൽ ഷുഗർ ഇടാറില്ല. പക്ഷെ കേക്ക്, പരിപ്പുവട, ബോണ്ട, ഉപ്പേരി, ഈ ചക്ക ചിപ്സ്, മുട്ടായി എല്ലാം, ഐസ്ക്രീം എല്ലാം വലിച്ചു വാരി കയറ്റുന്നതാണ് ഞാൻ. ഹെൽത്തി കുട്ടി ബേസിക്കലി. ഈ ഹെൽത്തി കുട്ടൻ മറ്റേ ട്രെൻഡ് വരുന്നതിന് മുമ്പ് ഞാനിത് ചെയ്തു തുടങ്ങിയതാണ്. ഇത് ഞാൻ റോമിൽ പോയപ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ പക്ഷെ ഞാൻ പല്ല് വെച്ച് എനിക്ക് അത് ചെയ്യാറില്ല. പക്ഷേ ഇത് ഞാൻ ഫ്രണ്ട്സിനൊക്കെ അല്ലെങ്കിൽ എനിക്ക് തന്നെ വല്ലപ്പോഴും എനിക്ക് അയ്യോ ബോട്ടിൽ ഓപ്പണർ ഇല്ല, നമ്മൾ അളയാ കൂളാവാൻ. യൂഷ്വലി ഒരു പീസ് ചോക്ലേറ്റും കൂടെ ഉണ്ടാവാറുണ്ട്, അതൊക്കെ ഞാൻ തിന്നു ഇപ്പോൾ. സോ ഗൈസ്, ദിസ് വാസ് മൈ വാട്ട്സ് ഇൻ മൈ ബാഗ് വ്ളോഗ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇനി അടുത്തൊരു അൺനെസസറി വ്ളോഗായിട്ട് ഞാൻ എന്ത് ചെയ്യണം, പ്ലീസ് കമൻറ്റ് ഡൗൺ. ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്ന്, ഹൗ ടു കവർ ദിസ് ഡാർക്ക് സർക്കിൾസ്. ഫുൾ മേക്കപ്പ് അല്ല, ബട്ട് ഹൗ ടു കവർ ദിസ് ഡാർക്ക് സർക്കിൾ. നിങ്ങളെ എങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്യണം, നിങ്ങളെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് ഇടണോ അതുകൊണ്ട് സ്കിൻ കെയർ റുട്ടീൻ വേണോ? യു ചൂസ്. നിങ്ങൾ ചൂസ് ചെയ്യും. മെജോറിറ്റി എന്താണ് ഞാൻ അത് അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നൈറ്റിയുടെ ലിങ്ക് ചോദിച്ച് ആരും വരരുത്, കേട്ടല്ലോ? നൈറ്റിയുടെ ലിങ്ക് ചോദിച്ച് ആരും വരരുത്. ഇംഗ്ലീഷിൽ പറയാം. ഡോണ്ട് കം ആൻഡ് ആസ്ക് മീ ഫോർ ദ നൈറ്റീസ് ലിങ്ക്. ഹിന്ദി പറയാം, मेरे पास आकर नाइटी का लिंक मत पूछो.
ധന്യവാദ്, താങ്ക് യു, നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആക്ച്വലി ഈ വ്ളോഗിൽ കണ്ട പോലെ ഐറ്റംസ് ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി അത് തന്നെയാണ്. ലൂഫയും പിന്നും ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ ഈ ബാഗിനകത്തുണ്ട്. അതാണ് എനിക്ക് ഈ ബാഗ് ഏറ്റവും ഇഷ്ടം. കുറേ ട്രാവൽ ചെയ്യാൻ പറ്റും, മരുന്നുകളെല്ലാം അകത്തുണ്ട്. പിന്നെ ഈ മൈക്കും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഈയിടെയായിട്ട് മൈക്ക് ഒബ്വിയസ്ലി ട്രാവൽ ചെയ്യുമ്പോൾ. ബട്ട് അതല്ലാതെ യാ, സോ ദിസ് വാസ് മൈ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇനി അടുത്ത പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു.